ഒരു കർഷകന്റെ കുതിര ഒരിക്കല് കാട്ടിലേക്ക് ഓടിപ്പോയി. എത്ര തെരഞ്ഞിട്ടും കാണുന്നില്ല. അന്നേരം അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞു, ഹോ, നിങ്ങളൊരു കഷ്ടകാലം. കർഷകൻ ശാന്തമായി പറഞ്ഞു, അറിയില്ല, എനിവേ താങ്ക് ഗോഡ്. അടുത്ത ദിവസം കാട്ടിൽ നിന്നും ആ കുതിര മറ്റു 3 കുതിരകളുമായി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി. ഇത് കണ്ട അയൽവാസി പറഞ്ഞു, ഓ, നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമുണ്ട്, നിങ്ങൾ നല്ലൊരു ഭാഗ്യവാനാണ്. ഉടനെ കർഷകൻ ശാന്തമായി പറഞ്ഞു, അറിയില്ല, ചിലപ്പോൾ അങ്ങനെയാവാം, ഏതായാലും ദൈവത്തിന് സ്തുതി. തുടർന്ന് കർഷകന്റെ മകൻ ആ കുതിരയിൽ കയറി താഴെ വീണു അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞു. ഇത് കണ്ട അയൽവാസി പറഞ്ഞു, ഓ, നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യക്കേടാണല്ലോ. ഉടനെ കർഷകൻ പതിവ് പോലെ, ചിലപ്പോൾ അങ്ങനെയാവാം, ഏതായാലും ദൈവത്തിന് സ്തുതി എന്ന് ശാന്തമായി മറുപടി പറഞ്ഞു. അല്പ ദിവസത്തിന് ശേഷം അവിടുത്തെ രാജാവ് ഒരു ഉത്തരവിട്ടു. യുദ്ധത്തിന് വേണ്ടി നാട്ടിലുള്ള എല്ലാ യുവാക്കളും സന്നദ്ധരാവണം. അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് രാജാവ് സൈന്യത്തിനെ അയച്ചു. അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ യുവാക്കളെയും കൊണ്ടുപോയി. പക്ഷേ നമ്മുടെ കർഷകന്റെ മകനെ മാത്രം കൊണ്ടുപോയില്ല. കാരണം അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞത് കൊണ്ട് അവരൊരു എക്സ്ക്യൂസ് കൊടുത്തു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠം, നമുക്കൊരു പ്രശ്നമോ ഒരു വിഷമോ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യം, നമ്മൾ ഒരിക്കലും അതിനെ പഴിക്കാൻ പാടില്ല. ഇന്ന് നമുക്ക് മോശമായി തോന്നുന്ന കാര്യം ചിലപ്പോ നാളെ നമുക്കതൊരു ഉപകാരമായി മാറാം.